യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ശ്രദ്ധിക്കുക, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്, ഫെലോഷിപ്പ് വിത്ത് ഗാഡ്. ഈ ഒരു ചിന്തയിൽ നമ്മൾ ചിന്തിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. നമ്മൾ എല്ലാവരും തന്നെ ഒന്നിച്ച് ഒരേ ഒരു കാര്യത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തമ്മിൽ പങ്കിടുന്നതായ അനുഭവമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ആരാധന എന്നുള്ള വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഈ ആരാധനയുടെ പ്രാധാന്യം എന്താണ്? നമ്മൾ ഓരോരുത്തരും ഒന്നിച്ച് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. അതായത് ദൈവത്തിന്റെ വല്ലഭത്വത്തെ നമ്മൾ ഉദ്ഘോഷിക്കുന്നവരായിരിക്കണം. ആരാധന എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത് വർഷിപ്പ് എന്നുള്ള ഒരു ടേമിൽ നിന്നാണ് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ അർത്ഥം എല്ലാറ്റിനും ഉപരി ദൈവത്തിന്റെ ആ അമൂല്യതയെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്, അംഗീകരിക്കുന്നത്, പ്രദർശിപ്പിക്കുന്നത്. ഇതാണ് ആരാധനയെക്കുറിച്ചുള്ള നിർവചനമായി നമുക്ക് ഈ ഒരു ടേമിനെ ആസ്പദമാക്കി പറവാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കുള്ളതായ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ജീവന്റെ ആധാരമായിരിക്കുന്ന നമ്മെ സൃഷ്ടിച്ചവനായ ആ ദൈവത്തെ തിരിച്ചറിയുവാനും അവന്റെ അമൂല്യതയെ എല്ലാറ്റിനും ഉപരിയായി നമുക്ക് പ്രദർശിപ്പിക്കുവാനും അതേപോലെ തന്നെ അംഗീകരിക്കുവാൻ കഴിയുന്നതാണ് ഈ ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 1-2 മണിക്കൂറുകൾ ചെലവഴിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്നത് മാത്രമല്ല ആരാധന എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതാണ് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടത്. റോമലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു ആരാധനയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതായ ഒരു വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങളിൽ യേശു പ്രകാരം പറഞ്ഞു: ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു എന്ന് യേശു പറയുകയുണ്ടായി. ഈ ഒരു വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹാർട്ട് സെന്റേഡ് ഇന്റിമസിയാണ്. ഹൃദയംഗമായിട്ടുള്ള ഒരു അടുപ്പം, നമ്മുടെ ഹൃദയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ഒരു ബന്ധമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് കേവലം നമ്മൾ ഏതാനും ചില നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, 1-2 മണിക്കൂറുകൾക്ക് വേണ്ടിയുള്ളതല്ല. ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആരാധന എന്ന് പറയുന്നത് കേവലം ഞായറാഴ്ചകളിൽ മാത്രമാണ്. അല്ലെങ്കിൽ ഇടദിവസങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ സഭാ ഹാളിലേക്ക് കടന്നു വന്ന് അല്ലെങ്കിൽ പള്ളിയിലേക്ക് കടന്നു വന്ന് അവിടെ പാടുന്നതായ കൊയറിനൊപ്പം നമ്മൾ പാട്ടുകൾ പാടുകയും അവർ നമ്മളോട് ഹല്ലേലൂയയോ സ്തുതി സ്തോത്രമോ പറയാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ആണ് ആരാധന എന്നുള്ളതാണ്. അത് ആരാധനയുടെ ഭാഗമായി തന്നെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിലുള്ള ദൈവം ആഗ്രഹിക്കുന്ന ആരാധനയല്ല. അങ്ങനെയുള്ള ഒരു ആരാധനയെ വിമർശിച്ചുകൊണ്ടാണ് യേശുവിടെ പറയുന്നത്. അന്നത്തെ കാലത്ത് യഹൂദ മത നേതാക്കൾ എപ്പോഴും ഇപ്രകാരം തന്നെ ആയിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്: ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, വിത്ത് ദർ ലിപ്സ്, അവരുടെ ചുണ്ടുകൾ കൊണ്ട് അവർ എന്നെ ബഹുമാനിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു എന്ന് ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു. അധരം കൊണ്ട് ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, അവിടെ ബഹുമാനമില്ലേ? അവിടെ ബഹുമാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നു ബഹുമാനിക്കുന്നുണ്ടവർ. പക്ഷേ അത് ദൈവത്തിന് പ്രസാദകരമല്ല. കാരണം അവർ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും വളരെ അകറ്റി മാറ്റി നിർത്തിയിരിക്കുന്നതായ അനുഭവമാണ്. ഹൃദയത്തിൽ അവർക്ക് ദൈവത്തോട് ഒരു ഇന്റിമസി ഉണ്ടായിരിക്കണം. പഴയനിയമ പിതാക്കളുടെയൊക്കെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ തുടക്കത്തിലുള്ള അവരുടെ ആരാധനയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ അത് പലപ്പോഴും പഠനവിധേയമാക്കിയിട്ടുണ്ട്. ഞാനത് നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് അവരുടെ പ്രാർത്ഥനയുടെയോ ആരാധനയുടെയോ ആദ്യത്തെ ഘട്ടത്തിൽ അവർ ദൈവത്തോടുള്ള ആ ഇന്റിമസി ഒന്ന് പുതുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായി അവർ അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
അവരുടെ പാപങ്ങളെക്കുറിച്ച് അവർ വളരെ അനുതാപമുള്ളവരായി ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മനോഭാവങ്ങളൊക്കെ അവർ വെച്ച് പുലർത്തുന്നുകൊണ്ട് അവരുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്ന് ദൈവം അവരുടെ പ്രാർത്ഥനകളിൽ പ്രസാദിക്കുന്നതായ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ അവർ അവരുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തെ വലിയവനായിട്ട് കാണുന്നു. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഹൃദയം ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെ അലൈൻഡാണ്, ദൈവമായിട്ട് നല്ല ഒരു ബന്ധത്തിൽ ആയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ ഒരു ഭീഷണികളെയും അവർ ഭയപ്പെടാതെ അവർ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് ദാനിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേലിനെതിരെ രേഖ എഴുതി. എന്താ രേഖ? അവനെ സിംഹക്കൂട്ടിൽ എറിഞ്ഞു കളയണം. സിംഹക്കൂട്ടിൽ എറിഞ്ഞു കളയുക എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ദാനിയേൽ ആ സിംഹക്കൂട്ടിൽ വീഴുന്നതിന് മുമ്പ് തന്നെ സിംഹം അവനെ പിടിച്ച് കീറിക്കളയും, ഭക്ഷിച്ചു കളയും. എന്നാൽ ദാനിയേൽ അത് ഭയപ്പെട്ടില്ല. രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞ് ദാനിയേൽ ചെയ്യുന്നത്, അവൻ തന്റെ ഭവനത്തിലേക്ക് കടന്നു എന്ന് അവന്റെ കിളിവാതിലുകൾ യെരൂശലേമിന് നേരെ തുറന്നിട്ടിട്ട് അവൻ ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയെന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ഹി ബിഗാൻ ടു വർഷിപ്പ്. അവൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. കാരണം അത് ദൈവത്തോടുള്ള ആ ഹൃദയത്തിന്റെ ഇന്റിമസിയാണ്, ദൈവത്തോടുള്ള അടുപ്പമാണ്. അവന്റെ ഹൃദയം എപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ സൂക്ഷിക്കപ്പെട്ടതായിരുന്നു. നോക്കൂ, നമ്മളെന്താ ചെയ്യുന്നത്? ഞാൻ അനവധി ആളുകളിൽ നിന്ന് കേട്ട ഒരു കാര്യമാണ്, ആരാധിച്ചാൽ വിടുതൽ. വിടുതലിന് വേണ്ടിയല്ല ആരാധിക്കുന്നത്. ആരാധിക്കുന്നതിന്റെ ഒറ്റ റീസണേ ഉള്ളൂ, എൻ്റെ ദൈവം വലിയവനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതേ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ എല്ലാത്തിനും മീതെ ദൈവത്തിന്റെ അമൂല്യതയെ വിശദമാക്കുവാനും പ്രകടിപ്പിക്കാനും ഡിക്ലെയർ ചെയ്യാനും പ്രഖ്യാപിക്കുവാനും നമുക്ക് കഴിയുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീൻസാണ്, ഒരു മാധ്യമമാണ്, ഒരു രീതിയാണ് ആരാധന എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ആരാധനയുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ദാനിയേലിനെ പോലുള്ള പ്രശ്നങ്ങൾ ഏതായാലും നമ്മൾ നേരിടുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണമെന്നും സകലത്തിന് മീതെ ദൈവം ഉന്നതനാണ്, ദൈവത്തിന്റെ അമൂല്യത അത് ഞാൻ പ്രകടിപ്പിക്കണം, പ്രദർശിപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ആരാധന ദൈവം സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ജലപ്രളയാനന്തരം നോഹ ചെയ്ത കാര്യം വളരെ ശ്രദ്ധേയമാണ്. അവൻ ഒരു യാഗപീഠം പണിത് അവൻ അവിടെ യാഗം അർപ്പിച്ചു. ആ യാഗത്തിന്റെ സുഗന്ധം അത് സ്വർഗത്തിൽ എത്തിയെന്നും ദൈവം നോഹയോട് പറഞ്ഞു, ഇനി ഞാൻ മേലാൽ ജലപ്രളയത്താൽ ലോകത്തെ നശിപ്പിക്കില്ല എന്ന് ഒരു ഉടമ്പടി കൊടുത്തു. നോക്കുക, ഇതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ദൈവത്തോടുള്ള ആ ഹാർട്ട് ഇന്റിമസി, ആ ഹൃദയത്തിന്റെ അടുപ്പത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും, ഞാൻ ദൈവത്തെ എപ്രകാരം ആരാധിക്കണം, ഞാൻ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തണം. അതെൻ്റെ ജീവിതം കൊണ്ടായിരിക്കണം, എൻ്റെ ജീവിതം സൗരഭ്യമായിരിക്കണം. അതേ, ഒരു യാഗമർപ്പിക്കുമ്പോൾ അതിനൊരു സൗരഭ്യമുണ്ട്. കാരണം അതിന് ചേർക്കുന്നതായ സുഗന്ധവർഗ്ഗങ്ങൾ ഇതെല്ലാം തന്നെ ആ യാഗത്തെ സൗരഭ്യമുള്ളതാക്കി മാറ്റും. നമുക്കറിയാം, ഒരു മാംസം വേകുമ്പോൾ അത് നമുക്കൊരിക്കലും ആകർഷണീയമായ ഒരു ഗന്ധമല്ല. പക്ഷെ അതിനോട് ചേർത്ത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇടുമ്പോൾ ആ സുഗന്ധദ്രവ്യങ്ങൾ ഈ യാഗത്തിന്റെ ആ ബാഡ് സ്മെല്ലിനെ മാറ്റി അതിനെ സുഗന്ധമുള്ളതാക്കി മാറ്റുന്നു. ഇതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ ആരാധനയാണ് നമ്മെ സുഗന്ധമുള്ളതാക്കി മാറ്റുന്നത്. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹമായി മാറും. ദൈവത്തെ ശരിയായിട്ട് ആരാധിക്കുന്ന വ്യക്തി, ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ പാട്ടുകൾ പാടി വാദ്യോപകരണ സഹായത്തോടുകൂടെ ആരാധിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ജീവിതം ദൈവത്തിന് സൗരഭ്യമായി, അത് യാഗമായി മാറണം, അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് മാറണം. ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. സാധാരണയായിട്ട് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളെന്താ പറയുന്നത്? അതെ, ഞാൻ പെട്ടെന്ന് വണ്ടി ശരിയായിട്ട് തിരിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതല്ല ഒരു ദൈവബദൽ പറയേണ്ടത്. ഒരു ദൈവബദൽ പറയേണ്ടത്, ഞാൻ ആ ആക്സിഡന്റിന് മുമ്പിൽ എനിക്ക് എൻ്റെ ദൈവം സഹായമായിട്ടിരുന്നു, ഈ വാഹനം ഓടിക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി എന്നല്ല പറയേണ്ടത്. പകരം നാം നമ്മെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും അത് ഒരു ആരാധനയല്ല. നമ്മുടെ മക്കൾ അവരുടെ പരീക്ഷകളിൽ നല്ല വിജയം പ്രാപിക്കുമ്പോൾ, അവരുടെ ഹാർഡ് വർക്കാണ് അവർക്ക് ഈ വിജയം ലഭിക്കാൻ കാരണമെന്ന് നമ്മൾ പറഞ്ഞാൽ അത് ദൈവത്തിന് ഒരിക്കലും മഹത്വമാകുകയില്ല. ദൈവത്തിന് മഹത്വമാകുവാൻ കഴിയേണ്ടതിന് വേണ്ടി നമ്മളുടെ മക്കളാകട്ടെ, നമ്മുടെ ജീവിതമാകട്ടെ,
ദൈവം എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും അത് തിരിച്ചറിയുവാനും ദൈവത്തിന് അതിന് തക്കതായ മഹത്വം കൊടുക്കുവാനും നമ്മുടെ ജീവിതം കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സൗരഭ്യമുള്ള ഒരു യാഗമായി തീരും. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. കേവലം അധരം കൊണ്ട് അല്ല നമ്മൾ ദൈവത്തെ ബഹുമാനിക്കേണ്ടത്. നമ്മൾ അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിച്ചുവെന്ന് സകല ആളുകളെയും നമ്മൾ ബോധ്യപ്പെടുത്തിയാലും ദൈവത്തെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. അതേ വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഭാഗത്തും അത് പറയുന്നുണ്ട്. ദൈവം ഹൃദയങ്ങളെ നോക്കുന്നവനായ ദൈവമാണ്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ കേവലം അധരം കൊണ്ട് ബഹുമാനിക്കുകയല്ല, മറിച്ച് ഹൃദയം കൊണ്ട് ബഹുമാനിക്കാൻ. അതേ ഹൃദയം കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്ന പോലെ നമ്മുടെ ജീവിതം അത് ദൈവത്തിനു മുമ്പാകെ ഹാർട്ട് സെൻറ്റേഡ് ആയിട്ട് ഹൃദയംഗമായി മാറി അതേ ദൈവം പ്രസാദിക്കുന്ന യാഗമായി, ദൈവം പ്രസാദിക്കുന്ന ആരാധനയായി നമ്മുടെ പാട്ടുകൾ, നമ്മുടെ സ്തുതിസ്തോത്രങ്ങൾ എല്ലാം തന്നെ ദൈവത്തിന് പ്രസാദകരമായി മാറട്ടെ. അതിനുവേണ്ടിയുള്ളൊരു സമർപ്പണവും പ്രാർത്ഥനയും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. യഥാർത്ഥ ആരാധന എന്താണ്? ഞങ്ങൾ പലപ്പോഴും അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും മനോഹരമായി ഈണത്തോടുകൂടി പാട്ടുകൾ പാടി ദൈവത്തെ ബഹുമാനിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ഹൃദയം ദൈവത്തോടുള്ള ബന്ധത്തിൽ ആയിട്ടില്ലെങ്കിൽ, ദൈവത്തോടുള്ള ആ ആത്മാർത്ഥമായ ബന്ധത്തിലും ആ സ്നേഹത്തിലും കടന്നു വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ആരാധന വ്യർത്ഥമാണെന്നുള്ളത് ഗ്രഹിച്ചറിയുവാൻ തക്കണം ഇടയായതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ഏവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണെന്ന കാര്യം ഓർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.